മോണോലോഗ് റൗണ്ടിൽ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ദീപിക. ദീപിക ഒരു മുസ്ലിം വേഷത്തിൽ വന്നിരിക്കുകയാണല്ലോ, ഏതാ ചെയ്യുന്നത്? ഞാൻ ബാല്യകാല സഖിയിലെ സുഹറയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഏത് പോർഷനാണ്? ഞാൻ മജീദ് രണ്ടാമത് വന്ന് പോയി ആ സമയം മുതൽക്കാണ് തുടങ്ങുന്നത്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുരങ്കുള്ളോളെ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുരങ്കുള്ളോളെ, പൂമുഖം കണ്ടാമതിയോ പൂതി തീർക്കും കാലമായോ, സൂര വന്നീലും നന്നായിട്ടുണ്ട്. നീ പന്ന കണ്ട കെട്ടിയവൻ ആളെ തിരിയൂലല്ലടി. അടുത്ത പുരയിലെ പെണ്ണുങ്ങളൊക്കെ എന്നെ കാണുമ്പോ ഇപ്പതാ പറയണ്. അത് കേൾക്കുമ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു സുഖ. പക്ഷെ മനസ്സ് കുത്തുന്നത് ഓരോ ചിലപ്പോ എന്നെ പറ്റി പറയല്ലേ. ആ പെണ്ണിന് കെട്ടിയോന്റെ വീട്ടിൽ പോയാലെന്താ, ഓളിയോനൊന്ന് തൊയിച്ചാലെന്താ, ഓൾക്ക് പുരയിൽ വന്ന് കൂടണോ എന്നൊക്കെ. എല്ലില്ലാത്തോരെ നാക്കല്ലേ, എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞുവിടട്ടേന്ന്. അല്ല, ഞാനും മജീദ് ഇപ്പൊ ഒന്ന് കണ്ടാലെന്താ, ഒന്ന് രണ്ടിപ്പോ മിണ്ടിയാലെന്താ, ആകാശം ഇടിഞ്ഞു വീഴാൻ പോണ്ടോ? ഇന്റെ മൂപ്പര കാര്യം പിന്നെ പറയാത്തന്നല്ലേ. വലിയ അരിശക്കാരനെന്നാ വെപ്പ്. മൂപ്പർക്ക് നല്ല സുഖല്ലേ, വേറെ കെട്ടിയോളും കുട്ടികളും ഒക്കെ ഉണ്ട്. വീടും പറമ്പും പടയം വെച്ചിട്ടാ കെട്ടിച്ചയച്ച്. കിനിന്റെ അനിയത്തി കൂടി ബാക്കില്ലേ, പോരാത്തേര് നിന്റെ ഓഹരി കൂടി വേണത്ര. ഞാൻ പോരാ കൂട്ടാക്കില്ലേ. അത് കണ്ടപ്പോ തല്ലാനും തൊഴിക്കാനും ഒക്കെ തുടങ്ങി. നാഭിക്കൊരു തൊയ് കമന്നടിഞ്ഞിട്ടാ ഞാൻ വീണ്. കണ്ട അന്ന് പോയത് എന്റെ ഈ പല്ല്. കെട്ടിയോന്റെ ആട്ടും തുപ്പ് സഹിച്ച് കണ്ണീരൊൽപ്പിച്ച് ഞാൻ കിടക്കുമ്പോ എന്റെ ജീവിതം മാറ്റിയെന്ന് പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ പ്രാവശ്യം കണ്ടിട്ട് ഭരിക്കാന്ന് കരുതിയ മജീദിനെ മജീദിന് മാമ്പഴത്തിന്റെ മണ ഓർക്കുമ്പോ നാട്ടുമാങ്ങേന്റെ മധുരം. കുട്ടിക്കാലം പോലെ ഞങ്ങൾ ചെങ്ങായിമാരായിരുന്നെങ്കിലും ശത്രുക്കളല്ലേന്നോ, കീരി ബാബും പോലെ. ഞങ്ങൾ എന്നും കച്ചറോടിയെ പൈസ മാങ്ങനെ ചൊല്ലിയെന്ന് പോയി. തോയിണ മാമ്പഴം മൂയ മജീദ് പെറുക്കിക്കാളും കൂടാണ്ട് കേറി പറിക്കുകയും ചെയ്യും. ഒന്നും തരൂല. ചിലപ്പോ കടിച്ചൊരു കഷ്ണവും തരല്. കൈ നീട്ടിയ മുട്ട കടിച്ചോന്നും പറഞ്ഞ് എന്റെ നേരെ നീട്ടി വന്നാളും. കണ്ണുരുട്ടി നാവ് നീട്ടി പേടിപ്പിക്കും പോന്നും പറഞ്ഞ്. അപ്പത്തേക്ക് വീടല്ല. എന്താണ്ട പച്ചമാങ്ങ തരിക? ഇക്കാണെ മാവുമ്മ കേറാൻ കഴിയോ? ഞാൻ പെണ്ണല്ലേ. മാവുമ്മ കയറാൻ അറിയാന്നുള്ളത് ഒരു വലിയ അറിവല്ലേ. അത് പാണുങ്ങൾക്ക് മാത്രല്ലേ പറ്റൂ. പക്ഷെ ഹിന്റെ കയ്യിൽ ഓനെ തോപ്പിക്കാനുള്ള നല്ല കൂർത്ത നഖങ്ങൾ ഉണ്ടായിന്ന്. അത് വെച്ച് ഞാനൊന്ന് മാറ്റി പറിച്ചാടുന്ന്. അന്ന് രാജകുമാരിക്ക് നഖം പാടൂലെന്നും പറഞ്ഞ് ഓൻ തന്നെ അത് വെട്ടിക്കളഞ്ഞ്. അങ്ങനെ ഞാനും എൻ്റെ രാജകുമാരിയും എനിക്ക് ഓൻ്റെ ഇമ്മിണി വലിയൊന്നുമായി. ഇങ്ങനെയൊക്കെ ആണേലും ഞങ്ങൾ തമ്മിൽ
വലിയ സ്നേഹമായിരുന്നു. ഒരു ഊസ് കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടം വരുന്നു. അതിങ്ങനെ വലുതാവും തോറും കൂടിക്കൂടി വന്നു. മജീദിന്റെ കാലില് അന്നൊരു വലിയ പൈത്ത കുരു വന്ന് ആരും കാണാണ്ട് കബളോട് ചേർത്ത് വെച്ച് അമർത്തി ഒരു ഉമ്മ വെച്ചു. എൻ്റെ ആദ്യത്തെ ഉമ്മ. അങ്ങനെ മജീദിന്റെ കുരു പൊട്ടി. കിനാവുകളെ കണ്ട് കണ്ട് കാലെത്ര കഴിഞ്ഞിട്ട് റബ്ബേ. മജീദ് ബാപ്പാനോട് കച്ചറൂടി നാട് വിട്ടു പോയതും എൻ്റെ ഉപ്പ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാൻ നിന്നെ കെട്ടിച്ചയച്ചു. ഞാൻ ഈ കോലത്തിലായതു ഒക്കെ ഈ കണ്ണാടി കാണും പോലെ. മജീദിനെ ഒന്ന് കാണാൻ പറ്റുമോ? എനിക്കിനി മജീദിനെ ഒന്ന് രാജകുമാരിയാക്കാൻ വേണ്ടി പോയതാ. ഇനി കഴിയൂല. പഠിച്ചോനെ ഇന്നങ്ങോട്ട് വിളിക്കാനായ എന്റെ മജീദിനെ ഒന്ന് കാണണം. ഒന്ന് കണ്ടാ മാത്രം മതി. മജീദ് വന്ന Deepika, very good performance. അത് വളരെ എക്സ്പെക്റ്റഡ് ആണ് എന്ന് വെച്ചാൽ ഐ നോ യു ആർ എ വെരി ഗുഡ് ആക്ടർ, സോ ഐ നോ ദാറ്റ് യു വിൽ ഡു വെരി വെൽ. അതുകൊണ്ട് വളരെ നല്ല പെർഫോമൻസ് ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് നോക്കണം എവിടെ പിടിക്കാൻ പറ്റും എന്തൊക്കെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ നെഗറ്റീവായിട്ട് 1-2 പോയിന്റ്സ് പറയണത് ജസ്റ്റ് ടേക്ക് ഇറ്റ് ഇൻ എ ഗുഡ് സെൻസ്, സോ യു ക്യാൻ ഇംപ്രൂവ് ഇറ്റ് ബിക്കോസ് യു ആർ ബേസിക്കലി എ വെരി ഗുഡ് ആക്ട്രസ്. ഓക്കെ, ക്യാരക്ടർ സാഡ് ആവണ മൊമെൻറ്റിലാണ് എക്സ്പ്രഷനും സാഡ് ആവണ്ടേ. അല്ലാണ്ട് പണ്ടത്തെ കാര്യം പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾക്ക് ദുഃഖം വന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശബ്ദമൊക്കെ മുഖമൊക്കെ ചുളിച്ച് ദുഃഖം വന്നു പിന്നെ പെട്ടെന്ന് ഹാപ്പി. ദാറ്റ് ഈസ് എക്സെൻട്രിക് ടു മീ. ദാറ്റ് സോർട്ട് ഓഫ് എ പെർഫോമൻസ് ഞാനത് കാണുമ്പോൾ ഈ പെണ്ണിന് വട്ടായോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾസോ യു ആർ എ വെരി ബ്യൂട്ടിഫുൾ ഗേൾ വിത്ത് ബ്യൂട്ടിഫുൾ ഐസ്, വെരി എക്സ്പ്രസീവ് ഗേൾ. അതുകൊണ്ട് സൂക്ഷിക്കുക. യുവർ ഐബ്രൗസ് യൂസ് ചെയ്യുന്നതും കണ്ണ് യൂസ് ചെയ്യുന്നതും മുഖം കൂടുതൽ ചുളിക്കണം. യുനോ, ഡോണ്ട് ഡു ടു മച്ച് ടെൻഷൻ ഇസ് ഹിയർ ഐ ഫീൽ. എന്നുവെച്ചാൽ യു ആർ സോ എക്സ്പ്രസീവ്. സട്ടിലായിട്ട് ചെയ്താൽ ഭയങ്കര ലെവലിലേക്ക് പോകും. എന്തായാലും ഈ few points, just keep it in mind. Okay, good luck to you. From monologue point of view ആണ് ഞാൻ ആദ്യം പറയുന്നത്. ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് വേരിയേഷൻസും ദീപികയുടെ മോഡുലേഷൻസും എല്ലാം തിങ്ങി നിറഞ്ഞ ഒരു പീസാണ് ഇപ്പോൾ കാണിച്ചത്. സോ ഇറ്റ് വാസ് ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് വാസ് ഗുഡ്. ആ തൊഴി എന്ന് പറയുന്ന ഒരു സാധനമില്ല അവിടെ,
അവിടെ ഈ ലോസ്റ്റ് ഇറ്റ് എ ബിറ്റ്. എനിക്കത് അവിടെ നിന്ന് റഷ് ചെയ്തോന്ന് സംശയം. ആൻഡ് യു ഡു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇവിടെ വന്നിട്ട് ഒരുപാട് വേരിയേഷൻസ് ഓഫ് എക്സ്പ്രഷൻസ് ഞങ്ങൾക്ക് കിട്ടി. വളരെ നന്നായിരുന്നു. ദ പ്രോപ്പർട്ടീസ് വെർ ഗുഡ്. ദ വേ യു യൂസ്ഡ് ഇറ്റ്, എവറിത്തിങ് വാസ് ഗുഡ്. എക്സലൻറ്റ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. Thank you.